കർത്താവിനെ എല്ലാവരും വിലയേറിയവരാണ്. അപ്പം ഒന്നുകൂടെ പറയാം, ആരും കുറഞ്ഞവരല്ല, എല്ലാവരും കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അതിന്റെ പേര് നിങ്ങളെല്ലാവരും കർത്താവിന് ബഹുമാനീയരും വിലയേറിയവരുമാണ്. ഇപ്പൊ നേരത്തെ പാസ്റ്ററിനോട് പരിചയപ്പെടുത്തി. എനിക്ക് 2 പേരുണ്ട്. എല്ലാവരും എന്നെ ഗോപാലനെന്നും വിളിക്കും, ഗോപകുമാറെന്നും വിളിക്കും. അപ്പം ഞാൻ ഒരു ഹിന്ദു പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ വീട്ടിൽ 6 പെങ്ങന്മാരാണ്. അതിൽ 5 പേര് എനിക്ക് മൂത്തത്, 6ാമത്തെയാണ് ഞാൻ. 7ാമത്തെ ഒരു പെങ്ങളുണ്ട്. നമ്മൾ മൊത്തം 6 പെണ്ണും 1 ആണുമാണ്. എൻ്റെ വീട്ടിൽ ജനിക്കുന്നതെല്ലാം പെൺപിള്ളേരായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഉരുളി കമത്തി കിട്ടിയതാ മണ്ണാർശാല എന്നെ. അപ്പം ഞാനും ഒരു പ്രായം വരെയും അത് വിശ്വസിച്ചിരുന്നവനാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഏത് അമ്മയുടെ ഉദരത്തിൽ ജനിക്കണമെന്നും ഏത് അപ്പനിൽ ജനിക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കണ്ട കർത്താവാണ്. ആ കർത്താവാണ് ഇന്ന് നമ്മളെവിടെ ഇരുത്തിയിരിക്കുന്നത്. അതിൻ്റെ പേര് കർത്താവ് യേശു ക്രിസ്തു ഒരു ജാതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അംഗീകരിക്കത്തില്ല. പണ്ടെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, എടാ ഞങ്ങൾക്കില്ലാത്ത പ്രത്യേകതയുണ്ട്. ഈ കത്തോലിക്ക സഭക്കാർ പലരും, ഞാൻ ഈ പ്രാർത്ഥനകളിലോട്ട് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കില്ലാത്ത പ്രത്യേകത എന്തുകൂടാ നിനക്ക്? ശരിക്കും പണ്ടൊരിക്കൽ ഒരു പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ച കോപ്പി അടിക്കാനെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, സിമ്പിളാണേ. അപ്പം പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു തോട്ടത്തിനകത്ത് കള്ളം കയറിയ സമയത്ത് കണ്ട പട്ടി കൊര തുടങ്ങി. കൂടെ കുരച്ച പട്ടികളെല്ലാം കൊര നിർത്തി, പക്ഷെ കണ്ട പട്ടി കുരച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലായോ? എൻ്റെ പേര് ഈ യോഹന്നാൻ ലേഖനം എഴുതുന്നുണ്ടേ, ഞങ്ങളുടെ കണ്ണാൽ കണ്ടതും ചെവിയാൽ കേട്ടതും കയ്യാൽ തൊട്ടതുമായ ജീവന്റെ വചനമെന്നാണ് ബൈബിള് പറയുന്നത്. ഇത് കണ്ടിറങ്ങിയതാ, കേട്ടിറങ്ങിയതാ, തൊട്ടിറങ്ങിയതാ. ഹല്ലേലൂയ. ആരോ ഒന്ന് സുവിശേഷം പറഞ്ഞതല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടും കേട്ടും തൊട്ട് പറഞ്ഞതാണ്. കാരണം ഈ കൂട്ടത്തിരിക്കുന്ന നാളെ നിങ്ങളാരും യേശു കർത്താവല്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയും യേശു കർത്താവാ. കാരണം ഈ വചനങ്ങളൊക്കെ സത്യമാണ്. കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശുവിന്റെ നാമമാണ്. പ്രിയമുള്ളവരെ, സ്കൂളിലെ വിദ്യാഭ്യാസമൊക്കെ ശരിക്കും പറഞ്ഞാൽ വഴിയാധാരം എന്നൊക്കെ പറഞ്ഞ രീതിയിലായിരുന്നു എൻ്റെ ജീവിതം. കാരണം ഒന്നേ ഉള്ളതിനെ ഒലയ്ക്ക് കടിച്ചു വളർത്തണമെന്നാണ്. കാരണം നാട്ടിലുള്ള എല്ലാവരും പറയാൻ തുടങ്ങി ഇതെന്തൊരു ചെറുക്കനാണെന്ന്. പക്ഷേ ഈ ഒറ്റപ്പെടലും കുറ്റം പറച്ചിലും പറയുന്നുണ്ടേ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്താം. പക്ഷേ ഒരിക്കൽ പോലും ഒറ്റപ്പെടുത്താത്തത് കർത്താവ് മാത്രമേ. കാരണം ഞാനോ ലോകാവസാനത്തോളം അന്ത്യത്തോളം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ ഞാൻ യേശുവിനെ അറിയുന്നുണ്ട്. കാരണം ഒരു ഓണത്തിന് ഞാനൊരു 4 വീലർ മെക്കാനിക്കലായിരുന്നു. അപ്പം ഒരു ഓണത്തിന് എല്ലാ ചെറുപ്പക്കാർക്കും ഉള്ള ഒരു സ്വഭാവമാണ് ഇച്ചിരി വെള്ളം അടിക്കണം, മദ്യപിക്കണം, കാര്യങ്ങൾ. അപ്പൊ എനിക്കൊരു ബിയർ അടിക്കാൻ ഒരു കാശില്ലാതെ ഐസ്ക്ലോഷനിൽ ഒരു സ്പെയർ പാർട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഞാൻ ചെന്നു. എന്താ പറയുക, എനിക്കൊരു 50 രൂപ വേണം. ഇപ്പം എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് 25 രൂപ ഉള്ളായിരുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ബിയറിന് വേണമെങ്കിൽ 25 രൂപ ഉള്ളായിരുന്നു. അപ്പൊ 50 രൂപ വേണമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ സത്യം അങ്ങ് പറഞ്ഞു, എനിക്ക് ബിയർ അടിക്കാനാണെന്ന്. ഇപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഇങ്ങനൊന്നും അല്ല കണ്ടേക്കുന്നത്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് എന്നെ അദ്ദേഹം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ കയറ്റി വിട്ടു. ഞാൻ അവിടെ ചെന്നോണ്ടേ ഞാൻ വളർന്നൊരു പശ്ചാത്തലം വേറെ. അവിടെ ഹല്ലേലൂയ എന്ന് പറയുന്നു, യേശുവേ എന്ന് പറയുന്നുണ്ട്, സ്വോത്രം എന്ന് പറയുന്നില്ല. നീ ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. കാരണം ഹല്ലേലൂയ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ ദിവസം ഇതൊക്കെ കേട്ടോണ്ട് എനിക്ക് ഒരു അരോചകത്വം വരും. 2ാമത്തെ ദിവസം വേണ്ട എന്തൊക്കെയോ ശരീരത്തിൽ നിന്നൊക്കെ പോകും. 3ാമത്തെ ദിവസം വേണ്ട ഒരു ക്രൂശിക്കപ്പെട്ടൊരു രൂപം ഞാൻ കണ്ടു. അതിനകത്ത് കിടന്ന് പെടയുന്ന യേശുവിനെ എനിക്ക് കാണാം. അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇതെനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് അതിനകത്തൊരു ശബ്ദം ഞാൻ കേട്ടു, ഇത് നിനക്ക് വേണ്ടിയാണെന്ന്. അപ്പം പലതും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുഞ്ഞിലെ മുതൽ നടന്നത് ഓരോന്നും ഇങ്ങനെ കാണാൻ തുടങ്ങി. ഞാൻ കരയാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞോണ്ട് 2-3 പേരെടുക്കെ ക്ഷമിക്കാൻ പറഞ്ഞു. അവരോടൊക്കെ ക്ഷമിക്കുന്ന ബുദ്ധിമുട്ടാന്ന് പറയാം. പറഞ്ഞു നിനക്ക് വേണ്ടിയാ, ഞാൻ നിന്നോട് ക്ഷമിച്ചെങ്കിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ, ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയ്ക്കമ്പാട് എന്ന് പറഞ്ഞ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു 14 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിറ്റ് അങ്ങ് കടവൂര് പോയായിരുന്നു.
അപ്പൊ വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചിയായിട്ട് ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലൊരു വഴക്കായിരുന്നു. ആ വഴക്ക് അങ്ങ് മൂത്ത് പോലീസ് കേസൊക്കെ ആയി, പല പ്രശ്നങ്ങളുമായി. അവരെ കുഴപ്പമല്ല കേട്ടോ. അന്ന് ഞാനൊക്കെ ന്യായീകരിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാം, അത് അവരെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമോ. എൻ്റെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പറയും പോലെ തെക്ക് വശത്ത് തുണി വിരിക്കുന്നത് പട്ടണയ്ക്ക് തുല്യമാണെന്ന് പറയും. ഡെയിലി ഇത് പറഞ്ഞിട്ട് ഒരു ദിവസം രാത്രി എനിക്ക് കുറച്ച് പിള്ളേരും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ ഞാൻ പറക്കിക്കൊണ്ട് പോയി. അവർ കേസ് കൊടുത്തതിന് തെറ്റൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ന്യായീകരിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു, ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ധ്യാനാനന്തരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇത് കണക്കൊരു ഹോളിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷമ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 21 വയസ്സുകാരൻ എങ്ങനെ പോവും. പക്ഷെ ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നതിന് മുമ്പേ ആ വീട്ടിന്റെ വാതിൽ നിൽക്കുക. ഞാൻ തൊഴുതിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെല്ലാവരും ഡിവൈനിൽ പോകണം, ഇത്രയും പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ അന്നേരം എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പോലീസിനെ കൊണ്ടുവന്നുള്ള വീട്ടിൽ നിന്നിട്ടാ നീ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരോടും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവാണെന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞോണ്ടേ പ്രിയമുള്ളവരെ, അത് 21 വയസ്സ് വരെയും എന്നെ പലയിടത്തും കറക്കിയിട്ടുണ്ട്. പല മന്ത്രവാദികളിലേക്ക് എൻ്റെ അമ്മ കൊണ്ടുപോയിട്ട് എൻ്റെ സ്വഭാവം നന്നവരായിട്ട്. ശിവന്റെ അമ്പലത്തിൽ ചെന്ന് നിർമാല്യം കണ്ട് തൊഴുതു കഴിഞ്ഞാൽ എൻ്റെ ശനി മാറുമെന്ന് പറഞ്ഞു. ശനിയും മാറിയില്ല, ബുധനും മാറിയില്ല. പക്ഷെ യേശു ഉള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ടോട്ടലി മാറി. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. ഇന്ന് നമ്മളൊക്കെ അതിൽ ഇത്രയും വട്ടം വേണം. പക്ഷേ സൂര്യനേക്കാൾ ശോഭയേറിയൊരു മേഘം എൻ്റെ കൂടെ വന്നു. എൻ്റെ കൂടെ വന്നൊരു അരമണിക്കൂർ നിന്നു. അത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എൻ്റെ കണ്ണാൽ കണ്ട കാര്യമാണ്. ഞാനത് സ്വീകരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മുതൽ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയ കൊച്ചു നോട്ടങ്ങൾ സഹിതം ഞാൻ ആരെയൊക്കെ ദ്രോഹിച്ചു, ആരെന്നെയൊക്കെ ദ്രോഹിച്ചു, ഇതെല്ലാം എഴുതി കത്തിച്ച് എഴുതിയോണ്ടേ ഒരു ശനിയാഴ്ച തുടങ്ങി പിറ്റേ ശനിയാഴ്ചയാണ് അന്ന് രാത്രി പിറ്റേ ശനിയാഴ്ച രാത്രി വീണ്ടും ഒരു തീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീയും വിശുദ്ധനായിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരോടും കർത്താവ് ഇടപെടുന്നെങ്കിൽ വചനത്തിലൂടെ ഇടപെടുത്തും. ഒന്ന്, ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞു, ആത്മാവ് നിങ്ങളുടെ മേളിൽ എന്ന് വരും. ഞാനിത് കണ്ടതാ. അഗ്നി നാവുന്ന പോലെ തന്നെയല്ല, അതിനേക്കാളും ശോഭയേറിയ ഒരു പ്രകാശം എൻ്റെ മേളിൽ വന്നതാണ്. രണ്ടാമത്, തീക്കകത്തുനിന്ന് ഉത്തരവരുളുന്ന കർത്താവ്. കാരണം ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീയും വിശുദ്ധനായിരിക്കണമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ ഉണ്ടെന്ന് ഞാൻ 1 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് അറിയാവുന്നത്. കാരണം ദൈവം ഒരാളോട് ഇടപെടുന്നുണ്ടേ ഭയങ്കര ഇടപെടുന്നത്. അതൊരു എൻകൗണ്ടർ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞോണ്ടേ ഞാനൊരു കത്തോലിക്ക പ്രാർത്ഥനയ്ക്കിലാണ് പോകുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഈ കൊന്തയൊക്കെ തരുമെങ്കിലും പഠിക്കാനൊക്കത്തില്ല. എൻ്റെ വായിൽ അന്നേ അന്യഭാഷ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഏരി ചർച്ചിലേക്ക് 2003 നമ്മുടെ കൊല്ലത്ത് സുരേഷ് ബാബു ബ്രദർ, സിറിൽ നറോണ പാസ്റ്ററും ഒക്കെ നടത്തിയ ഒരു കൺവെൻഷനകത്ത് ഒന്നുകൂടെ സത്യം മനസ്സിലായി. 2003 ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 5ാമത്തെ പെങ്ങളെ കല്യാണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കടമായപ്പം വലിയ സ്നേഹവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും അപ്പനും അമ്മയും എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ കൊല്ലം ബീച്ചിലിരുന്ന് ഞാൻ കരയുന്ന സമയത്ത് ശരിക്കും എൻ്റെ കണ്ണീരൊപ്പി എന്നെ കെട്ടിപ്പിടിച്ചു വെച്ച് ഉറക്കും. അത് ഒരാഴ്ച കാലം അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ 2003 ഞാൻ സ്നാനപ്പെട്ട് ഞാൻ റേജി ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കടം തീർക്കാൻ വേണ്ടി നേരെ ഗൾഫിൽ പോകണം, കാശുണ്ടാക്കണം, ഇളയ പെങ്ങളെ കെട്ടിക്കണം, എന്നിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാമെന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷേ ഞാനൊരു ബയോഡേറ്റ ആയിട്ട് പോകുന്നിടത്ത് തന്നെ മിക്കവാറും പാസ്റ്റർമാർ പറയുന്ന വചനം ഇതാ എന്നോട്, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിന്റെ വഴികൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും പറഞ്ഞു പലതും കേൾക്കുന്നുണ്ടേ ഞാൻ അന്നേരം അവരെ മുഖത്ത് നോക്കി ചിരിക്കുമെങ്കിലും മനസ്സുകൊണ്ട് പറയും ഇവനൊന്നും വേറെ ഒരു ജോലിയില്ല, എൻ്റെ കട എനിക്കല്ലേ അറിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, അന്നേരം ഞാൻ ഒരു ദൂര സ്ഥലത്ത് കുറെ നാൾ ആരാധനയ്ക്ക് പോകുമായിരുന്നു. ആ സമയത്ത് ആ ആരാധന കഴിഞ്ഞ് വരുന്ന സമയം എന്നോട് കർത്താവ് പറഞ്ഞു ഒരു വീട്ടിൽ പോകാൻ പറഞ്ഞു. വീട്ടിൽ പോകാൻ 2 അമ്മച്ചിമാർ മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ ചെന്നുണ്ടേ അവർ തമ്മിൽ വഴക്ക് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നുണ്ടെ വഴക്ക് നിന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രേരണ ഇവരെ വിളിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരമ്മച്ചി അലറി ഇളകി. അത് ഭൂതമാണെന്നോ അത്രയും എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പക്ഷേ ഇവർ അലറി പോകാൻ തുടങ്ങിയോണ്ട് എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നുകൂടെ തലേ കൈ വെച്ചോണ്ട ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങി.
ഛർദ്ദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. ആദ്യമായിട്ട് ഒരുത്തൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെ പെട്ടെന്ന് വീണ്ടും തലേ കൈ വെച്ചോണ്ടെങ്കിൽ അമ്മച്ചി ഛർദ്ദിച്ച് പച്ച കളറിൽ നീല കളറിൽ ഏതൊക്കെ കളറിൽ ഛർദ്ദിച്ച് ഒരു ചരുവത്തിനകത്ത് കുറെ ഛർദ്ദിച്ചു കഴിഞ്ഞോണ്ടെ ഈ അമ്മച്ചി അടിച്ചിട്ട് വീണെന്ന് ഞാൻ കരുതി തീർന്നു. അമ്മച്ചി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ അകത്തുനിന്നൊക്കെ എന്തൊക്കെയോ ഭാരം ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന് അനിയത്തി അമ്മച്ചി പറഞ്ഞു, കർത്താവേ, അടിയൻ മരിക്കാനിരുന്നതാ, അങ്ങയുടെ ദാസൻ ഇവിടെ വിട്ടതിനായി സ്തോത്രം. ഈ ദാസൻ എന്ന് കേട്ടപ്പം എനിക്ക് എന്നോട് തന്നെ തോന്നി, ഞാനോ ദാസനോ? എനിക്ക് ഉൾക്കൊള്ളത്തില്ല. ഇത് കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ